1494 ഇംഗ്ലണ്ടിൽ ജനിച്ച വില്യം ടിൻഡെയിൽ വളരെ ബുദ്ധിസാമർഥ്യമുള്ള മനുഷ്യനായിരുന്നു. 1515 വിഖ്യാതമായ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും താൻ ബിരുദം നേടി. ഗ്രീക്ക് എബ്രായ ഭാഷകളിലുള്ള വേദപുസ്തകങ്ങൾ പഠിക്കുവാൻ തനിക്ക് അവിടെ വെച്ച് അവസരം ലഭിച്ചു. തനിക്ക് 30 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് നിർണായകമായ ആ തീരുമാനമെടുത്തത്. വിശുദ്ധ വേദപുസ്തകം തൻ്റെ സ്വന്തം ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുക. അതിനായി തൻ്റെ ജീവിതം ദൈവകരത്തിൽ സമർപ്പിച്ചു. തൻ്റെ പുരുഷായുസ് മുഴുവനും അതിനുവേണ്ടി താൻ വിനിയോഗിച്ചു. ദൈവവചനം പരിഭാഷ ചെയ്യുവാൻ ഇംഗ്ലണ്ട് പറ്റിയ സ്ഥലമല്ലെന്ന് മനസ്സിലാക്കിയ ടിൻഡെയിൽ 1524 ജർമ്മനിയിലെത്തി. അവിടെ വെച്ച് ഇംഗ്ലീഷിലേക്ക് പുതിയ നിയമം വിവർത്തനം ചെയ്യപ്പെട്ടു. അതായിരുന്നു ആദ്യമായി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട വേദപുസ്തകം. ആദ്യം 15,000-ലധികം കോപ്പികൾ ഇംഗ്ലണ്ടിലേക്ക് അയച്ചുവെങ്കിലും ഭരണാധികാരികൾ അവയൊക്കെ കത്തിച്ചു കളയുകയാണുണ്ടായത്. പക്ഷേ തുടർന്ന് ആയിരക്കണക്കിന് പുതിയ നിയമ പുസ്തകങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് അയച്ചുകൊണ്ടിരുന്നു. ക്രൈസ്തവ സഭയുടെ നവോത്ഥാനത്തിനും വേദപുസ്തകം വിവിധ ഭാഷകളിൽ വിവർത്തനം ചെയ്യുന്നതിനുമായി ജീവൻ നൽകിയ ഒട്ടനവധി പിതാക്കന്മാർ സഭാചരിത്രത്തിൻ്റെ അഭിമാനമായി ഇന്നും നിലകൊള്ളുന്നു. അതിലൊരു വ്യക്തിയാണ് വില്യം ടിൻഡെയിൽ. പുതിയ നിയമ വിവർത്തനത്തിന് ശേഷം താൻ പഴയ നിയമം പരിഭാഷപ്പെടുത്തുവാൻ തുടങ്ങി. 1530 5 പഴയ നിയമ പുസ്തകങ്ങൾ താൻ വിവർത്തനം ചെയ്തു. അധികം താമസിയാതെ ഒരാൾ തന്നെ ഒറ്റിക്കൊടുക്കുകയും പട്ടാളക്കാർ 1535 ടിൻഡെയിലിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 16 മാസത്തോളം ടിൻഡെയിൽ ജയിൽവാസം അനുഭവിച്ചു. അതിനുശേഷം ഭരണാധികാരികൾ തന്നെ വധശിക്ഷയ്ക്ക് വിധിച്ചു. 1536 ഒക്ടോബർ മാസം 6-ാം തീയതി വില്യം ടിൻഡെയിലിനെ പട്ടാളക്കാർ ഒരു ചെയിൻ കരുത്തിൽ കുരുക്കിയിട്ട് ശ്വാസം മുട്ടിച്ചു കൊന്നു. അതിനുശേഷം ദഹിപ്പിക്കുകയുണ്ടായി. തൻ്റെ കഴുത്തിൽ ചെയിൻ മുറുകുന്നതിന് മുമ്പ് ടിൻഡെയിലിൻ്റെ അവസാനത്തെ വാചകം ഒരു പ്രാർത്ഥനയായിരുന്നു. അതിങ്ങനെ: ലോർഡ്, ഓപ്പൺ ദി കിങ് ഓഫ് ഇംഗ്ലണ്ട്സ് ഐസ്. കർത്താവേ, ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ കണ്ണ് തുറക്കണമേ എന്നായിരുന്നു. ടിൻഡെയിലിൻ്റെ ആ നിലവിളി സ്വർഗീയ സിംഹാസനത്തെ കിടിലം കൊള്ളിച്ചു. തൻ്റെ മരണത്തിന് 2 വർഷത്തിന് ശേഷം തൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി കിങ് ഹെൻറി 8 ഇംഗ്ലീഷ് വേദപുസ്തകം പ്രസിദ്ധീകരിക്കുവാൻ ദൈവം ഉണർത്തി. വേദപുസ്തക വിവർത്തനം എന്ന മഹത്തായ ശുശ്രൂഷയ്ക്കായി മുഴുജീവിതം സമർപ്പിക്കുകയും ഫിൽഫോർഡിലെ ചൂളയിൽ എരിഞ്ഞടങ്ങിയ വില്യം ടിൻഡെയിൽ ലോകമനസ്സിൽ ഇന്നും ജീവിക്കുന്നു. മാറി മാറി വന്ന സാമ്രാജ്യങ്ങൾ നൂറ്റാണ്ടുകളായി വിശുദ്ധ വേദപുസ്തകത്തെ ഭൂമിയിൽ നിന്നും പാടെ മാറ്റിക്കളയുവാൻ പരിശ്രമിച്ചു. അവരുടെയെല്ലാം പരിശ്രമങ്ങളെല്ലാം അമ്പേ പരാജയപ്പെട്ടു. വേദപുസ്തകങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചു കളയുവാൻ മനുഷ്യർക്ക് കഴിഞ്ഞെന്ന് വരും. പക്ഷേ അതിനെ മരിപ്പിക്കുവാൻ ഒരു മനുഷ്യനും ഒരു ലോകനേതാവിനും യാതൊരു മതശക്തികൾക്കും കഴിയുകയില്ല. അതുകൊണ്ടാണ് ഇന്നും തിരുവചനം ചൈതന്യത്തോടെ ജനഹൃദയങ്ങളിൽ ജീവനായി നിലകൊള്ളുന്നത്. 1500-ലധികം വിവിധ ഭാഷകളിൽ ബൈബിൾ ഇന്ന് ഭാഷാന്തരം ചെയ്തിട്ടുള്ളതിൽ നമുക്ക് സന്തോഷവും അഭിമാനവുമുണ്ട്. എന്നാൽ ലോകത്തിൽ ഇപ്പോൾ നിലവിലുള്ള മിക്ക ഭാഷകളിലും വേദപുസ്തകം ഇതുവരെയും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടില്ല. ആ ശുശ്രൂഷയ്ക്കായി അഹോരാത്രം അധ്വാനിക്കുന്ന പലർ ഇന്നുണ്ട്. അവർ ചെയ്യുന്ന ആ മഹത്തായ ശുശ്രൂഷകൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം, സഹകരിക്കാം. C.H. സ്പർജൻ്റെ ഒരു വാചകം ഉദ്ധരിക്കുന്നു: The word of God is like a lion. You don't have to defend a lion. All you have to do is let the lion loose and the lion will defend itself. ദൈവവചനം ഒരു സിംഹം പോലെയാണ്. ഒരു സിംഹത്തെ നിങ്ങൾ സംരക്ഷിക്കേണ്ടതില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം:
സിംഹത്തെ അഴിച്ചുവിടുക. സിംഹം സ്വയം പ്രതിരോധിച്ചുകൊള്ളും. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.